എടാ തൻ്റെ പ്രോബ്ലം എന്താ? റൂബി, ഞാൻ അവിടുത്തെ ഒരു പ്രൊഫസറാണ്. സോറി, സാറിൻ്റെ പ്രോബ്ലം എന്താ? ഇത്രക്കൊക്കെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അവൾ ഉഴപ്പി നടക്കുന്നൊന്നുമില്ല. ഞാൻ കാണുന്നത് അവൾ പഠിക്കാൻ ട്രൈ ചെയ്യുന്നത്. പിന്നെ ഒരുമാതിരി വേറെ ബോയ്സ് അത് ഇത് ഒരുമാതിരി ചീപ്പ്, ഇത്രയും ചീപ്പായിട്ട് സംസാരിക്കേണ്ട ആവശ്യം എന്തായിരുന്നു സാറിന്? അവളെ ഇത്രയും ഹേർട്ട് ചെയ്യണമായിരുന്നോ? അത്രയെങ്കിലും പറഞ്ഞാൽ അവൾക്ക് എന്നോടൊരു ദേഷ്യം വരും. അപ്പോൾ അവളായിട്ട് എന്നെ ഒഴിവാക്കി പോയിക്കോളൂ. വാട്ട് ആർ യു ട്രൈങ് ടു ഡു? ഇത് നോക്ക്. ഇതാരയച്ചതാ? ആരാന്നറിയില്ല, എവിടുന്നാന്നും അറിയില്ല. ഈ പിക്ക് മാത്രം, വേറെ മെസ്സേജസ് ഒന്നുമില്ല. ഞാൻ എനിക്കറിയുന്ന ആപ്പിൽ മൊത്തം നോക്കി, ആരാ അയച്ചതെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അത് ആരാ അയച്ചതെന്ന് ആ നമ്പർ ആരുടെയാന്നൊക്കെ ഞാൻ കണ്ടുപിടിക്കാം. നീ അങ്ങനെ? അതിനൊക്കെ എൻ്റെ കയ്യിൽ ആളുണ്ട്. എന്താ അവരുടെ ഉദ്ദേശം? അറിയില്ല. അവളിത് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ തപ്പി കിടക്കും. എങ്ങാനും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവരായിട്ട് വഴക്കുണ്ടാക്കും. അത് അവളുടെ ഫ്യൂച്ചറിനെ തന്നെയല്ലേ ബാധിക്കുക. നല്ല കഴിവുള്ള കുട്ടിയാണ്, അവൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. അവളായിട്ട് അത് നശിപ്പിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യത്തിലൊന്നല്ല അവൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുക. അത് നിർത്തിക്കണം ആദ്യം. അതിനെ എന്നാണ് വെറുപ്പിച്ചത്. സാർ അവളെ വെറുപ്പിക്കാൻ നോക്കിയിട്ട് അവൾ ആകെ തകർന്ന അവസ്ഥയിലാണ്. ഈ അവസ്ഥയിൽ അവൾ ഫ്യൂച്ചർ നോക്കുന്നതാണോ പറയുന്നത്? ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? സാർ ആ ഫോട്ടോയുടെ കാര്യം വിട്ടേക്ക്, അത് ഞാൻ ഡീൽ ചെയ്തോളൂ, പുറത്തു വരില്ല. റൂബി, വെറുതെ വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും പോയി ചാടണ്ട കേട്ടോ. ഇതാണ് നിങ്ങളെ രണ്ടാളെ അറിയിച്ചാലുള്ള കുഴപ്പം. അതൊന്നുമില്ല സാർ, ടെൻഷൻ ആവണ്ട. കോളേജിലെ CCTV ചെക്ക് ചെയ്യണം. നീ എന്തൊക്കെയാ പറയുന്ന റൂബി? നീ വിചാരിക്കുന്ന പോലെ കോളേജിലെ CCTV ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റുമോ? രാത്രി കയറാം. നിനക്കത് വട്ടാണ് റൂബി, നീ എന്തൊക്കെയാ പറയുന്നത്? പിന്നെ പുറത്ത് സതീഷേട്ടനൊക്കെ ഉണ്ടാവില്ലേ, നീ എങ്ങനെ കയറാ? സതീഷേട്ടൻ ഉറങ്ങുന്ന ടൈമൊക്കെ എനിക്കറിയാം. സതീഷേട്ടൻ്റെ അടുത്തുനിന്ന് കീ പൊക്കണം. റൂബി, പൊക്കിയ ലൈഫ് കഴിഞ്ഞിട്ടോ, പൊക്കാണ്ടിരുന്നാൽ പോരെ. റൂബി, നീ വേണമെങ്കിൽ ജോയിൻ ചെയ്തോ, അല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് പോവും. ഒറ്റയ്ക്കാ? ഞാൻ വരാം. അതാകുമ്പോൾ നീ പുറത്ത് വാച്ച് നിന്നാൽ മതി. കയ്യും കാലം വരക്കുന്നു എനിക്കിപ്പോൾ തന്നെ. ഒന്നും സംഭവിക്കില്ല, നീ സമാധാനമായിട്ടിരി. നമ്മുടെ ബാക്കിലെ ഗേറ്റിൻ്റെ അടുത്ത് ചെറിയ മതിലല്ലേ? ആ, എന്തേ? ബാക്കിലെ മതിൽ വഴി ചാടാം. പിന്നെ ഈ CCTV ഫുട്ടേജ് എടുക്കാനായി പാസ്വേഡൊക്കെ വേണ്ടി വരൂലേ? ഹാർഡ് ഡിസ്ക് അടിച്ചു മാറ്റിയാൽ എൻ്റെ ഫ്രണ്ട് ഓപ്പൺ ആക്കി തരും.